നിയമസഭയിൽ ബിജെപിയുടെ സാന്നിധ്യം വളരെ പരിമിതമായിരുന്നുവെങ്കിലും പാർട്ടിയുടെ വോട്ട് ഷെയർ ക്രമേണ ഉയർന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ടായ മുന്നേറ്റങ്ങൾ, ചില നിയമസഭാ മണ്ഡലങ്ങളിലെ ശക്തമായ മത്സരം, നഗരമേഖലകളിലും യുവജനങ്ങൾക്കിടയിലുമുള്ള സ്വാധീനം എന്നിവ പാർട്ടിക്ക് പുതിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. എങ്ങനെയാകും ബിജെപിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ? എന്താണ് മിഷൻ 40? നോക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് കേരളത്തിൽ ബിജെപി കൂടുതൽ ആസൂത്രിതവും ബഹുമുഖവുമായ ഒരുക്കങ്ങളിലേക്ക് നീങ്ങുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതുവരെ പരിമിത സ്വാധീനമുള്ള പാർട്ടി എന്ന ഇമേജ് മാറ്റി ഒരു ഗൗരവമുള്ള മത്സരശക്തിയായി മാറുകയാണ് ബിജെപിയുടെ പ്രധാന ലക്ഷ്യം. താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളിലാണ് ബിജെപി കൂടുതൽ ഊന്നൽ നൽകുക. ബൂത്ത് തല സമിതികൾ, മണ്ഡലം തല നേതൃസംവിധാനം, യുവമോർച്ച, മഹിളാ മോർച്ച പോലുള്ള അനുബന്ധ സംഘടനകൾ എന്നിവ സജീവമാക്കിയാണ് പാർട്ടി മുന്നോട്ടു പോകുന്നത്. ഓരോ മണ്ഡലത്തിലും സ്ഥിരമായി പ്രവർത്തിക്കുന്ന കോർ ടീമുകൾ രൂപീകരിക്കുക എന്നതാണ് ആദ്യഘട്ടം. പരമ്പരാഗത രാഷ്ട്രീയ മുഖങ്ങൾക്കൊപ്പം സമൂഹത്തിൽ സ്വീകാര്യതയുള്ള പ്രൊഫഷണലുകൾ, യുവാക്കൾ, വനിതകൾ, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ എന്നിവരെ മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ശക്തമാകും. വിജയസാധ്യത പ്രധാന മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥി നിർണയം നടക്കാനാണ് സാധ്യത. വികസനം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രയോജനം, അഴിമതി വിരുദ്ധ നിലപാട് എന്നിവയെ കേന്ദ്രമാക്കി പ്രചരണം നടത്താനാണ് ബിജെപി ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം വികസന രാഷ്ട്രീയം എന്ന ദേശീയ ബിജെപി നറേറ്റീവ് കേരള സാഹചര്യത്തിൽ എങ്ങനെ അവതരിപ്പിക്കാം എന്നതിലാണ് ശ്രദ്ധ. ഡിജിറ്റൽ പ്രചരണത്തിൽ ബിജെപി ശക്തമായ ഇടപെടൽ ഉണ്ടാകും. സോഷ്യൽ മീഡിയ, ഡാറ്റ അനാലിസിസ്, ഓൺലൈൻ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ യുവ വോട്ടർമാരെ ലക്ഷ്യമിടുന്ന പ്രത്യേക പദ്ധതികൾ ഉണ്ടാകും. രാഷ്ട്രീയ സന്ദേശങ്ങൾ ലളിതവും ശക്തവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് തന്ത്രം. ചെറിയ പാർട്ടികളുമായോ പ്രാദേശിക ഗ്രൂപ്പുകളുമായോ സഖ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ബിജെപി നടത്താൻ സാധ്യതയുണ്ട്. അതോടൊപ്പം വിവിധ സാമൂഹിക വിഭാഗങ്ങളിലേക്കുള്ള സമീപനം കൂടുതൽ സമവായപരമാക്കാനും പാർട്ടി ശ്രമിക്കും. കേരളത്തിലെ ശക്തമായ ഇടത് കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യം, മതേതര ബോധം, ബിജെപിക്കെതിരായ ധാരണകൾ എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ. ഇതിനെ മറികടക്കാൻ സംസ്ഥാനതല നേതൃ സംവിധാനം കൂടുതൽ ഏകോപിതവും വിശ്വാസ്യതയുള്ളതുമായിരിക്കേണ്ടത് ആവശ്യമാണ്. വിജയമോ പരാജയമോ ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ബിജെപി കൂടുതൽ സജീവവും ദൃശ്യവുമായ സാന്നിധ്യമായി മാറുമെന്ന് ഉറപ്പാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതുവരെ നിർണായക ശക്തിയാകാൻ സാധിക്കാത്ത ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഒരു പുതിയ ലക്ഷ്യവുമായി രംഗത്തെത്തുകയാണ്. മിഷൻ 40. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 40 സീറ്റുകൾ സ്വന്തമാക്കുക എന്നതാണ് ഈ ദീർഘകാല തന്ത്രത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. പരമ്പരാഗതമായി ഇടതും വലതും തമ്മിലുള്ള മത്സരം മാത്രം കണ്ട കേരള രാഷ്ട്രീയത്തിൽ ബിജെപി ഒരു കറുത്ത കുതിരയായി മാറുമോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാവുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബിജെപി കേരളത്തിൽ സംഘടനാപരമായി ശക്തിപ്പെടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുന്നേറ്റം, നഗരമേഖലകളിലും യുവാക്കൾക്കിടയിലുമുള്ള സ്വാധീനം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ശക്തമായ പ്രചരണം എന്നിവ പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതേസമയം ദേശീയ തലത്തിൽ ഭരണകക്ഷി ആയിരിക്കുന്നതിന്റെ രാഷ്ട്രീയ ഭരണ അനുഭവവും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും കേരളത്തിലെ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ആയുധങ്ങളായി ബിജെപി ഉപയോഗിക്കുന്നു. മിഷൻ 40 എന്നത് വെറും സംഖ്യ മാത്രമല്ല, അതൊരു രാഷ്ട്രീയ സന്ദേശമാണ്. ഇടത് വലത് മുന്നണികളുടെ ഇരുപക്ഷീയതയ്ക്ക് പകരം ഒരു മൂന്നാമത്തെ ശക്തിയായി ഉയർന്നു വരാനുള്ള ശ്രമം. ന്യൂനപക്ഷ ഭൂരിപക്ഷ രാഷ്ട്രീയ ചർച്ചകൾ, വികസനം, ദേശീയത, അഴിമതി വിരുദ്ധ നിലപാട് എന്നിവയെ കേന്ദ്രീകരിച്ചാണ് ബിജെപി തന്റെ പ്രചരണം ആസൂത്രണം ചെയ്യുന്നത്. എന്നാൽ വെല്ലുവിളികളും ചെറുതല്ല. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ഘടന, ശക്തമായ മതേതര പാരമ്പര്യം, ദീർഘകാലമായി വേരൂന്നിയ ഇടത് കോൺഗ്രസ് രാഷ്ട്രീയ അടിത്തറ എന്നിവ ബിജെപിക്ക് മുന്നിലുള്ള പ്രധാന തടസ്സങ്ങളാണ്. കൂടാതെ സംസ്ഥാന തലത്തിൽ നേതൃപ്രശ്നങ്ങളും ഏകോപനക്കുറവും വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. എങ്കിലും രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതങ്ങൾ പുതുമയല്ല. ശരിയായ സഖ്യങ്ങൾ, കാര്യക്ഷമമായ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ്, പ്രാദേശിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ എന്നിവ സാധ്യമായാൽ ബിജെപി കേരളത്തിലൊരു കറുത്ത കുതിരയായി മാറാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. മിഷൻ 40 വിജയിക്കുമോ ഇല്ലയോ എന്നത് ഇനി തീരുമാനിക്കുക കേരളത്തിലെ വോട്ടർമാരാണ്.